ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസിയായി ബീറ്റ്റൂട്ട് തോരൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബീറ്റ്റൂട്ട് ഒരു വലുത് ചെറിയതായി കൊത്തി അരിഞ്ഞ് എടുത്ത് വെക്കുക. ഇങ്ങനെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ആവശ്യമായത് കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു സവോള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കടുക്. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി ഇടാവുന്നതാണ്. ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. സവോളയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പീരയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ വേവിക്കേണ്ടതാണ്. ഈ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് അതിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെന്ത് കഴിഞ്ഞ് നമുക്കത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് തോരൻ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.